ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിപ്പോൾ വൺ ഈസ് ദ ഗുഡ് തീഫ്, നല്ല കള്ളൻ മരിക്കാൻ നേരത്തെ he just called Jesus remember me in your kingdom. അപ്പോൾ യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ ഈശോക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, രക്ഷിക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ ലാസ്റ്റ് സെക്കൻഡ് ആണെങ്കിലും ഈശോ എന്താ പറഞ്ഞ ഈശോ, ഇന്ന് നീ എന്റെ കൂടെ പർദീസയിലായിരിക്കും. എല്ലാരും അന്തം വിട്ടു. കള്ളനാണ് ആ ലാസ്റ്റ് മൊമെന്റ് വരെ എല്ലാ കള്ളത്തരങ്ങളും ചെയ്തിട്ട് കുരിശിലെ പനിഷ്മെന്റ് ഏറ്റെടുക്കാണ്. അപ്പോൾ കർത്താവിൻ്റെ ആ ഒരു പ്രസൻസിൽ തന്നെ ഒരു അനുതാപം വരികയാണ്. എന്നെയും കൂടി ഓർക്കണേ എന്ന് വെച്ചിട്ട് ലാസ്റ്റ് മൊമെന്റിലേക്ക് നമ്മൾ ഒന്നും മാറ്റി വെക്കണ്ട, എല്ലാം എൻജോയ് ചെയ്തിട്ട് ലാസ്റ്റ് മൊമെന്റിൽ ചെയ്യാന്ന് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചാൻസ് കിട്ടിയെന്ന് വരില്ല. നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്ന് മരിച്ചു, അപ്പോൾ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ചത് വർക്കാവില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ അവസരം പാഴാക്കരുത്. ആ നല്ല കള്ളന് മുമ്പ് ചിലപ്പോൾ അങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല, ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ആ അവസരം പാഴാക്കാതെ അങ്ങോട്ട് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് കുറേ അവസരങ്ങൾ കിട്ടിയിട്ട് അതൊക്കെ പാഴാക്കിയിട്ട് അവസാനം നല്ല കള്ളനെ പോലെ ചോദിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ പറ്റില്ല. ഓക്കെ. And Saint Peter, Patros Leah also, when Jesus asked, who do the others say that I am? ആരാണ് ആൾക്കാർ പറയുന്നത് ഞാൻ ആരാണ്? അപ്പോൾ റെവലേഷൻ വന്നത് സ്വർഗത്തിൽ നിന്ന്, യു ആർ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. ആൻഡ് ലൈക്ക് മദർ സെഡ്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു പ്രസൻസ് ആയതുകൊണ്ട് സ്വർഗം തുറന്നു. ദെൻ ആ താക്കോൽ പത്രോസ്ലിയുടെ കയ്യിൽ തന്നത് ഈശോ. അപ്പോൾ ദ കീ വാസ് ഗിവൻ ടു ദെൻ സെയിൻറ്റ് പീറ്റർ ബിക്കോസ് ഹെവൻ ഇസ് ഓപ്പൺ. മോസ്റ്റ് ഹോളി ട്രിനിറ്റിയുടെ ആ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുക സ്വർഗം തുറന്നു എന്ന് പറയുന്നത് ബാപ്റ്റിസത്തിന്റെ സമയത്ത് സ്വർഗം തുറന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോൾ ഒരു സ്വർഗം തുറക്കൽ എക്സ്പീരിയൻസ് ആക്കി മാറ്റാം ഈ ജീസസ് പ്രെയർ അല്ലെങ്കിൽ യേശു പ്രാർത്ഥന. യേശു ക്രിസ്തു കർത്താവേ എന്ന് വിളിക്കും, സ്വർഗം വാതിൽ തുറക്കുന്നു, ത്രിയേക ദൈവം ഇസ് പ്രസന്റ്. അപ്പോൾ ഇത് ഒന്നുകൂടെ അർത്ഥം മനസ്സിലാക്കി വിശ്വസിച്ച് അങ്ങോട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര ശക്തി, പവറുണ്ട്. ഓക്കെ, വാട്ട് എൽസ്? ഇപ്പോൾ ഈ ലോർഡ് ഹാവ് മേഴ്സി, മേഴ്സിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്. ഇപ്പോൾ ഈ ഞാൻ ദൈവവിളി സ്വീകരിക്കുന്നതിൻ്റെ മുന്നം ഏത് ജീവിത രീതിയാണ് ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, വിവാഹ ജീവിതമാണോ അതോ സന്യാസ ജീവിതമാണോ, ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒരു ധ്യാനത്തിന് പോവുകയുണ്ടായി. അപ്പോഴാണ് കുറച്ചൊക്കെ ഒരാഴ്ചയൊക്കെ ധ്യാനം കൂടിയിട്ട് എനിക്കിങ്ങനെ കിട്ടുന്നില്ല. ആദ്യം കുറച്ച് ദിവസം തോന്നിക്കും സന്യാസ ജീവിതം തിരഞ്ഞെടുക്കണം, പിന്നെ തോന്നുക ഇതല്ല വിളി. അപ്പോൾ ഒരു തുടർച്ചയായിട്ട് എനിക്കൊരു ഒരു ഇത് കിട്ടുന്നില്ല, എന്താ ചെയ്യണ്ടേ, അതോ ഇനി ഒരു ആശ്രമത്തിലേക്കാണോ അങ്ങനത്തെ ഒരു ലൈഫിലേക്കാണോ പോകണ്ടേ. അപ്പോൾ അവിടുത്തെ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, ജീസസ് പ്രെയർ ചെല്ലിക്കോ, 3 ദിവസം മുന്നാണ്, ജീസസ് പ്രെയർ ചെല്ലിക്കോ, ഒരു ദിവസം 6000 പ്രാവശ്യം വെച്ച് ചെല്ലണം. അപ്പം ജീസസ് പ്രെയർ എന്തെന്നറിയാം, പക്ഷെ അതിൻ്റെ ഇത്രയും അർത്ഥം ഇങ്ങനെ അറിയത്തില്ല. അപ്പോൾ ഞാൻ എനിക്ക് 6000 പ്രാവശ്യം ചെല്ലാൻ പറ്റുമോ? ചെല്ലി നോക്കുക, ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ടൊന്നും ചെല്ലണ്ട, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് ചെല്ലിയാൽ മതി, 6000 തികച്ചിട്ട് കിടന്നാൽ മതി. അപ്പം എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ കാര്യത്തിന് തീരുമാനമാകുന്നു. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെ പാപിയായ എൻ്റെ മേൽ കരുണയായി, ഇതാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് ചൊല്ലി 3-ാമത്തെ ദിവസം ഒരു ഇപ്പം നമ്മൾ ഷെയർ ചെയ്തല്ലോ, സ്വർഗം തുറക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ ഒരു സ്വർഗം തുറക്കപ്പെട്ട ഒരു അനുഭവമായിരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് ഒരു ആശ്രമ ജീവിതത്തിലേക്കാണ് ദൈവം എന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ലൈഫിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലേക്കോ അല്ല, ഒരു ആശ്രമ ജീവിതത്തിലേക്കാണ് ദൈവം എന്നെ വിളിക്കുന്നത് എന്നുള്ള ഒരു കാര്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ജീസസ് പ്രെയറിൻ്റെ ആ ഒരു ദൈവത്തിൻ്റെ കരുണ എനിക്ക് അവിടെ കാണാൻ പറ്റി. കർത്താവിൻ്റെ കരുണയെ അവിടെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ, ദൈവത്തിൻ്റെ കരുണയെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ ദൈവത്തിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ന് സ്വർഗത്തിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇവള് ഭൂമിയിൽ ഇത്രയും കിടന്ന് അലമുറ ഇട്ട് വിളിച്ച് പറഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും? അപ്പം സ്വർഗം തുറക്കപ്പെട്ട പോലെ ആയിരുന്നു. അപ്പൊ ഇവിടെ വന്നു, ഈ ആശ്രമത്തിലേക്ക് വന്നു. അതിനു മുമ്പ് പറഞ്ഞത് എന്താണ് വിളിച്ചപേക്ഷിക്കുന്നത്? ആദ്യം അഡ്രസ്സ് ചെയ്തു, അഭിസംബോധന ചെയ്തിട്ട് പിന്നെ എന്താ ചോദിക്കുന്നത്? മേഴ്സി, കരുണ.
കരുണ വിളിച്ച് അപേക്ഷിക്കുകയാണ്, വേറെ ഒന്നുമല്ല. എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, വീട് കിട്ടണം, ഇത് കിട്ടണം, അത് അങ്ങനെയൊന്നുമല്ല. കരുണ തരണേ. മേഴ്സി അത് നന്നായിട്ട് പറഞ്ഞത്. മേഴ്സി, കരുണയാണ് വിളിച്ച് അപേക്ഷിക്കേണ്ടത്. എന്താ വിളിച്ച് അപേക്ഷിക്കുന്നത്? ഇതൊക്കെ വിളിച്ചിട്ട് യേശുക്രിസ്തു കർത്താവേന്ന് വിളിച്ചു, എന്താ വേണ്ടേ? കരുണ, മേഴ്സി. പാപമില്ലാത്ത ദൈവത്തിന് പാപികളോടുള്ള ഒരു സ്നേഹമാണ്. നീ പാപം വിട്ടിട്ട് വരാൻ റെഡിയായാൽ നിന്നെ ഞാൻ എംബ്രേസ് ചെയ്യാൻ, ആലിംഗനം ചെയ്യാൻ റെഡിയാണെന്ന് പറയുന്നതാണ് കരുണ. പക്ഷെ പാപം വിടാൻ റെഡി ആവണം, അശുദ്ധി വിടാൻ റെഡി ആവണം. അശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മളെ സ്വാധീനിക്കുമ്പോൾ അതിൻ്റെ പിടി വിടാൻ നമ്മൾ റെഡി ആവണം. നമ്മൾ റെഡിയാണെന്നറിഞ്ഞാൽ കരുണ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് പലപ്പോഴും ഈ ദൈവവിളി തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റാത്തത് ദുഷ്ടാരൂപികളുടെ ചില സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ പരമപരിശുദ്ധ തൃത്വം അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ, പൂർണ്ണമായി ഉദിക്കുമ്പോൾ ദുഷ്ടാരൂപികൾ ഓടിപ്പോകും. നമ്മളുടെ റൈറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് തടസ്സം നിൽക്കുന്ന എല്ലാതും ഓടിപ്പോകും. ഒരു ഡെലിവറൻസ് നടക്കും, ഒരു വിടുതൽ നടക്കും. അപ്പോൾ വലിയ വലിയ ഡെലിവറൻസ് പ്രെയർ ഒന്നും അന്വേഷിച്ച് പോകണമെന്നില്ല. ഇവിടെ ഒരു വിടുതൽ പ്രാർത്ഥന കിട്ടുക. കർത്താവിൻ്റെ കരുണ ഒരു ഹൃദയത്തിൻ്റെ ഒരു നിലവിളിയോടുകൂടി അങ്ങോട്ട് കർത്താവ് കരുണയായിരിക്കണേ. മേഴ്സി. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ആ മേഴ്സി ഇങ്ങോട്ട് വന്നപ്പോൾ ദൈവവിളി തിരിച്ചറിയാം, കരുണ വന്നപ്പോൾ ദൈവവിളി തിരിച്ചറിഞ്ഞു. അപ്പോൾ ആരെങ്കിലും ദൈവവിളി തിരിച്ചറിയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ കരുണ വിളിച്ചപേക്ഷിച്ച ദൈവവിളി ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ ചിലരങ്ങനെയാണ്, രണ്ടും കൂടി. ഓക്കെ. ഇപ്പൊ സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ് സന്യാസം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ശരി, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്ട് തുടക്കത്തില് നമ്മള് ഹൗസിലൊക്കെ ആവുമ്പോ ഏറ്റവും ആദ്യം നമുക്ക് അറിവ് വെക്കുമ്പം കുരിശ് വരയ്ക്കാൻ പഠിക്കുക, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെന്നും പറഞ്ഞ് അവിടുന്ന് നമ്മുടെ പേരൻസ് പറഞ്ഞു പഠിപ്പിക്കണ പോലെ ഇവിടെ ആദ്യത്തെ ദിവസം വന്നപ്പോ ഈ ജീസസ് പ്രെയർ ആണ് ആദ്യം ചെല്ലുന്നത്. യേശു ക്രിസ്തു കർത്താവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അപ്പൊ തന്നെ എനിക്ക് കൃത്യം ഉറപ്പിക്കാൻ പറ്റി, ഇവിടെ ധ്യാനിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവവിളി ഇവിടെ തന്നെയാ. കാരണം ദൈവം കരുണ കാണിച്ച് ജീസസ് പ്രെയർ ചൊല്ലി ഇവിടെ വന്നപ്പോ ഇവിടെ വന്ന് ഏറ്റവും ആദ്യം കേൾക്കുന്ന പ്രാർത്ഥന ഈ ജീസസ് പ്രെയർ തന്നെയാണ് കേൾക്കുന്നത്. രാവിലെ ഏക്കുമ്പോഴൊക്കെ സിസ്റ്റേഴ്സ് ഇങ്ങനെ യേശു ക്രിസ്തു കർത്താവേ, ഞങ്ങൾ ആദ്യം പാടിയ പാട്ടൊക്കെ പാടി ആ സ്വരം കേട്ടൊക്കെ ഇങ്ങനെ ഉറക്കച്ചവടൊക്കെ കളഞ്ഞിങ്ങനെ ഏറ്റുവരുമായിരുന്നു. അപ്പം ഈ ഒരു കാര്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ അർത്ഥം കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റി. ആദ്യം എന്ന് പറയുമ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒന്നും മനസ്സിലായില്ല, കരുണയായിരിക്കണമേ എന്ന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ദൈവവിളി തിരിച്ചറിയാൻ പറ്റി. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം യേശു ക്രിസ്തു കർത്താവേ ഈ 3 പേരും വിളിച്ച് അതിൻ്റെ ഒരു പവർ അനുഭവിക്കാൻ പറ്റി കഴിഞ്ഞപ്പോഴാണ് എല്ലാത്തിനും ദൈവത്തിൻ്റെ കരുണയാണ് ആവശ്യം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കൊന്നും വേണ്ട, എനിക്കൊരു ജോലിയോ അല്ലെങ്കിൽ വസ്തുക്കളോ ഒന്നും വേണ്ട, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. അപ്പം ഞങ്ങളിവിടെ ചെയ്യുന്ന ഒരു കാര്യം, ഏത് പ്രെയർ ചെല്ലുന്നതിൻ്റെ മുന്നും ഈ ജീസസ് പ്രെയർ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കയറുകയുള്ളൂ. ഞങ്ങൾ ചാപ്പലിലേക്ക് കയറുന്നതിൻ്റെ മുന്നും പോലും ഉള്ളിൽ ഞങ്ങൾ യേശു ക്രിസ്തു കർത്താവേ, പാപിയായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്നുള്ള പ്രെയർ ചൊല്ലി ഹൃദയത്തിൽ ഒരു അനുതാപം, ആ ഒരു അനുതാപത്തോടെ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ കർത്താവിന് കരുണ കാണിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ദൈവത്തിൻ്റെ ആ കാരുണ്യത്തെയും ആ ദൈവ കരുണയെക്കുറിച്ചും കൂടുതൽ അറിയാനും ഈ ജീസസ് പ്രെയറിലൂടെ തന്നെ മുന്നോട്ട് പോകാനും. എന്തിനാണ് കരുണ? നമുക്ക് എന്താ കരുണയുടെ ആവശ്യം? എന്തിനാണ് കരുണ കിട്ടിയിട്ട് എന്താ ചെയ്യാ? അനുതാപത്തിലേക്ക് നയിക്കുക. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം. അപ്പൊ കരുണ എന്തിനാ കിട്ടണേ? ദൈവം കാരുണ്യവാനാണോ? ദൈവത്തിന്റെ ഹൃദയം മുഴുവൻ കരുണയാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ ഹൃദയം നമ്മുടെ ഹൃദയമായിട്ട് ഒട്ടിപ്പിടിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും വേണം കുറച്ച് കരുണ, അല്ലെ? കരുണയും കൂടി ഒട്ടിപ്പിടിക്കും. ദൈവത്തിന്റെ ഹൃദയം കരുണയുള്ളതായതുകൊണ്ടാണ് ഇതൊരു മെൽറ്റഡ് സ്റ്റേറ്റിലാണ്. ഹാർഡ് ഹാർട്ടല്ല, സോഫ്റ്റ് ഹാർട്ട്.
അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ ഹൃദയം ഒന്നാവണ്ടേ? അതല്ല പ്രാർത്ഥനയുടെയൊക്കെ ലക്ഷ്യം, നമ്മൾ ദൈവവുമായിട്ട് ഒന്നാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ നമ്മുടെ ഹാർട്ടൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. ഏതാ ദൈവവചനം? റോമാക്കാർക്ക് എഴുതിയ ലേഖനം ചാപ്റ്റർ 2 സീക്രട്ട് വേഴ്സ് 4. റോമൻസ് 2:4. നിങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നിനക്കറിയാമോ? ഡു യു നോ? കരുണ കിട്ടിയിട്ട് എന്തിനാ? ചിലർ കുറെ കരുണ ചോദിക്കും, എന്നിട്ട് കരുണ എന്ന് പറഞ്ഞിരുന്ന അനുതാപം വരില്ല. പക്ഷെ കരുണയുടെ ലക്ഷ്യം തന്നെ അനുതാപത്തിലേക്ക് നയിക്കാനാണ്. വേറെ ദൈവവചനം, ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും. ഏതാ? റോമക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 22-ാം തിരുവാക്യം. ഓക്കെ, റോമൻസ് 11:22. റോമക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലെ 11-ാം അധ്യായം 22-ാം തിരുവാക്യം. ഓക്കെ. അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. നിന്റെ ശ്രദ്ധയിൽ രണ്ടും വേണം. എന്ത്? ദൈവത്തിന്റെ കാരുണ്യം വേണം, കാഠിന്യവും വേണം. ചിലപ്പോൾ ചിലർ കരുണ എന്നിങ്ങനെ പറഞ്ഞ് ഒരു ഫാൻസി കരുണയുടെ ഇതിലേക്ക് പോകും. ദൈവത്തിന്റെ കാരുണ്യം നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. ഓൾസോ ദൈവത്തിന്റെ കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. ഇനി വീണവനോട് എന്താണ് കാണിക്കുക? കാഠിന്യം. പാപത്തിൽ വീണ് കിടന്നിട്ട് കരുണ പാപത്തിൽ വീണിട്ട് നീ ചേഞ്ച് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ കരുണ ചോദിക്കണ്ട. വെറുതെ കരുണ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേൽക്കണം എന്നുള്ളൊരു ആഗ്രഹം വരണം. അങ്ങനെ എഴുന്നേൽക്കാൻ വേണ്ടി നീ റെഡി ആണെങ്കിൽ കരുണ തരും. എന്തിനാ? കരുണയുടെ ലക്ഷ്യം എന്താ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക. നീ ചേഞ്ച് ആവാൻ റെഡി അല്ലെങ്കിൽ കരുണ ചോദിക്കരുത്. നിനക്ക് കാഠിന്യം കിട്ടുള്ളൂ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്. അടി കിട്ടും. ചിലർക്ക് ലഘു പ്രഹരം കിട്ടും, ചിലർക്ക് വളരെ ഗുരുവായ പ്രഹരം കിട്ടും. ഏതാ റീഡിങ്? ഇന്നത്തെ റീഡിങ് ആരോ? Saint Luke chapter 12, sacred verse 47. The slave who knew what his master wanted, but did not prepare himself or do what was wanted, will receive a severe beating. സിവിയർ ബീറ്റിംഗ്. മലയാളത്തില് യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. യജമാനന്റെ ഹിതം എന്താണെന്ന് അറിയാം, അതറിയാം, എന്നിട്ടത് ചെയ്യണമില്ല, ചെയ്യാൻ ഒരുങ്ങണമില്ലെങ്കിൽ കഠിനമായ പ്രഹരം, സിവിയർ ബീറ്റിംഗ്. ഇനി അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്, എങ്ങാനും അത് അറിയായിരുന്നില്ല എന്ന് വെച്ചിട്ട് അടി ഒഴിവാവുന്നില്ല. അടിയുണ്ട്, പക്ഷെ ലഘുവായ പ്രഹരം. ഇംഗ്ലീഷില് ലൈറ്റ് ബീറ്റിംഗ്. So 2 kinds of beatings are there. One is severe beating, the other one is light beating. അറിഞ്ഞിട്ട് ചെയ്യാതിരുന്ന സിവിയർ ബീറ്റിംഗ്, കഠിനമായ പ്രഹരം. ഇനി അറിഞ്ഞില്ല എന്നാലും ബീറ്റിംഗ് ഉണ്ട്, ലഘുവായ പ്രഹരമുണ്ട്. അപ്പോൾ നീ പാപത്തിൽ വീണിട്ട് അവിടെ തന്നെ കിടന്ന് എഴുന്നേൽക്കാൻ റെഡി ആവാണ്ട്. അപ്പോൾ നിനക്ക് കാഠിന്യം കിട്ടുക, അടിയെ കിട്ടുക, പ്രഹര കിട്ടുക, ബീറ്റിംഗ് കിട്ടുക. തെറ്റിദ്ധരിക്കല്ലേ, കരുണേനെ തെറ്റിദ്ധരിക്കില്ലേ. കരുണയൊക്കെ റൈറ്റ് പ്ലേസിലിടണം. കരുണ, കൃപ, അതൊക്കെ എന്താന്ന് കൃത്യമായിട്ട് അറിയണം. ഞാനൊരിക്കൽ ഒരു സഹോദരൻ പറയുന്ന കേട്ടു, ഞാൻ വളരെ മാരക പാപത്തിലാണ്, എനിക്കിഷ്ടം അങ്ങനത്തെ പാപങ്ങളൊക്കെ ചെയ്യാൻ, പക്ഷെ ഇപ്പം എനിക്ക് ആകെ അസ്വസ്ഥത, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കൂ. പാപത്തിൽ നിന്ന് കരകയറാൻ റെഡിയല്ല, പക്ഷെ ഇപ്പോഴത്തെ അസ്വസ്ഥത ഒന്ന് പ്രാർത്ഥിച്ച് മാറ്റണം പോലും. ഓക്കെ, ഞാൻ വിചാരിച്ചു ഈ അസ്വസ്ഥതയുള്ളത് കൊണ്ട് ചിലപ്പോൾ പാപത്തിൽ നിന്ന് കയറാൻ തോന്നാത്തതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ അല്ലേ, പ്രാർത്ഥിച്ച് അസ്വസ്ഥതയൊക്കെ മാറി ഇപ്പോൾ ഓക്കെ ആയല്ലോ. ഓക്കെ ആയിട്ട് എങ്ങോട്ടാ പോകുന്ന? അടുത്ത പാപം ചെയ്യാൻ.
അത് ശരിയാവില്ല. നീ പാപം ഉപേക്ഷിക്കാൻ റെഡിയാണോ? ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ അസ്വസ്ഥതയൊക്കെ വരുന്നത്. അപ്പം നീ പാപത്തിൻ്റെ കുഴിയിലെ വീണ് കിടക്കണമെങ്കിൽ സഹായിക്കാൻ ആൾക്കാരെ ദൈവം അയക്കും. പക്ഷെ നീ റെഡി ആവണം. പാപത്തിൻ്റെ സുഖങ്ങൾ, നൈമിഷിക സുഖങ്ങൾ ഉപേക്ഷിക്കാൻ റെഡി ആവണം. വീണോടത്ത് തന്നെ കിടന്ന് എഴുന്നേൽക്കണ്ടെന്നുള്ളൊരു മെൻറ്റാലിറ്റി, ഒരു മനോഭാവത്തിലാണെങ്കിൽ പിന്നെ കരുണ കിട്ടിയിട്ട് എന്താ കാര്യം? അനുതാപത്തിലേക്ക് പോകാൻ റെഡി ആണെങ്കിലാണ് കരുണ കിട്ടിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ റോമൻസ് 11 അധ്യായത്തിൽ നമ്മൾ കണ്ടു, കാരുണ്യമുണ്ട്, കാഠിന്യമുണ്ട്. വീണവനോട് കാഠിന്യം കാണിക്കുക, പിന്നെ ആരോടെ കാരുണ്യം കാണിക്കുക? നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യം കാണിക്കും. കൃപ വേണം, കൃപ വേണം. അപ്പോൾ മാമോദിസായിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് വിശുദ്ധീകരണ സ്ഥായിയായിട്ടുള്ള കൃപാവരം. ആ കൃപാവരത്തിൽ നിലനിൽക്കണം. എങ്ങനെയാണ് നിലനിൽക്കുക? ഓരോ പ്രാവശ്യം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു പ്രവർത്തനാത്മക കൃപാവരം, ഒരു ആക്ച്വൽ ഗ്രേസ് വരും. അതുപയോഗിച്ച് ആ ഒരു കൃപയിൽ തുടർന്നാൽ നിന്നോട് കാരുണ്യം കാണിക്കും. അനുദപിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ നമുക്ക് വരുന്നത് ഈ കൃപയുടെ സഹായമാണ്. അപ്പോൾ ആ കൃപ നമ്മുടെ ഉള്ളിൽ ആക്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഓക്കെ, എനിക്ക് ഈ പാപത്തിൽ നിന്ന് കയറണം. അങ്ങനെ കൃപയിൽ നിലനിന്നാൽ നിനക്ക് കാരുണ്യം ലഭിക്കും. എന്തിനാ കാരുണ്യം? ആ കാരുണ്യം, ആ കരുണ ഉപയോഗിച്ചിട്ട് അനുതാപത്തിലേക്ക് വരണം. അനുതാപത്തിൻ്റെ ഒരു കൃപ അപ്പോഴും കിട്ടും. എന്നിട്ട് അനുദപിച്ച് സോഫ്റ്റ് ഹാർട്ട് ആവണം. കുഞ്ഞ് പാപം ചെയ്യാൻ പോകുമ്പോഴേക്കും സെൻസിറ്റീവ് ആവണം. ഇത് പാപമാണല്ലോ, എനിക്ക് വേണ്ടല്ലോ. അതാണ് സോഫ്റ്റ് ഹാർട്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് ഹാർട്ട് ആൻഡ് സോഫ്റ്റ് ഹാർട്ട്? കഠിന ഹൃദയവും കഠിനമല്ലാത്ത സരള ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വചനം പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു. അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. അവന് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, സങ്കീർണ പ്രശ്നം ഉണ്ടെങ്കിൽ മനുഷ്യൻ തന്നെയാണ് സൃഷ്ടിക്കണേ. ദൈവം മനുഷ്യനെ സരള ഹൃദയനായിട്ട് സൃഷ്ടിച്ചത്, വളരെ സിമ്പിളായിട്ട്, സോഫ്റ്റ് ഹാർട്ടായിട്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഹാർട്ട് ഹാർഡാവുന്നത്? പാപം ചെയ്താണ് ഈ ഹാർട്ട് ഹാർഡാവുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഹാർട്ട് കരുണയുള്ളതാണെങ്കിൽ, സോഫ്റ്റ് ആണെങ്കിൽ, ദൈവത്തിൻ്റെ ഹാർട്ടായിട്ട് ഒന്നാവാൻ എളുപ്പമുണ്ട് അല്ലേ? കരുണയുള്ള ഹൃദയം. ഇഷ്ടംപോലെ വചനം നമുക്ക് കാണാം. പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. മെർസിഫുൾ ഹാർട്ട്. മനസ്സിലാണോ? അപ്പോൾ ഈ കരുണ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ കരുണ ഏത് കോണ്ടെക്സ്റ്റിലാണെന്നുള്ളതൊക്കെ അറിയണം. അല്ലാതെ വെറുതെ പാപത്തിൽ തുടരാൻ വേണ്ടി കരുണ ചോദിച്ചിട്ട് കാര്യമില്ല. The praying church, all nature, all creation, we pray. Glory.